സെൻസറിന്റെ റീഡിങ് അല്ലെങ്കിൽ ഈ O2 സെൻസറിൽ നിന്നുള്ള സിഗ്നൽ റീഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഒരു EGR സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഒരു അറിവും അതുപോലെ തന്നെ ഇതിൽ വരുന്ന കമ്പോണൻസുകൾ, സെൻസറുകൾ, അതിന്റെ ഇലക്ട്രിക്കൽ സിമ്പിളായിട്ട് പറയാനുണ്ടെങ്കിൽ ഈ EGR വാൾവ് കണ്ട് ഓപ്പൺ ആകുമ്പോൾ എഞ്ചിന്റെ എക്സോസ്റ്റ് ഗ്യാസിന്റെ ചെറിയൊരു ഭാഗം നമ്മുടെ EGR വാൾവിന്റെ ഉള്ളിൽ കൂടി കടന്നു പോയാണ്ട് ഈ രണ്ട് പാർട്സുകളും കമ്പൈൻ ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഈ ഷിഫ്റ്റിന്റെ EGR വാൾവാക്കി എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് സെൻസറുകളിൽ നിന്നുള്ള ഇൻപുട്ടുകൾ നമ്മുടെ ECM സ്വീകരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഔട്ട്പുട്ടുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ EGR സിസ്റ്റത്തിന്റെ പ്രധാനമായിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്നാൽ നമ്മുടെ EGR സിസ്റ്റം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എഞ്ചിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന EGR സിസ്റ്റത്തിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ ഈയിടെയായിട്ട് നമ്മുടെ വീഡിയോയിലൂടെ ചർച്ച ചെയ്ത് തന്നിരുന്നത് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള എമിഷൻ കൺട്രോൾ സിസ്റ്റങ്ങളെ കുറിച്ചായിരുന്നു. അപ്പോൾ കുറച്ച് വീഡിയോസ് നമ്മൾ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ആ സമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്റെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ സിസ്റ്റം എന്നാണ് EGR സിസ്റ്റത്തിന്റെ പൂർണ്ണരൂപം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എഞ്ചിന്റെ എക്സോസ്റ്റ് ഗ്യാസിനെ ഒന്നുകൂടി ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് എത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒന്നുകൂടി റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ട് കമ്പസ്റ്റന് വിധേയമാക്കുന്ന ഒരു റീസർക്കുലേഷൻ സിസ്റ്റമാണ് EGR സിസ്റ്റം. EGR സിസ്റ്റം ഒരു പൊല്യൂഷൻ കൺട്രോൾ ഡിവൈസ് ആണ്. അതായത് വാഹനത്തിന്റെ എക്സോസ്റ്റ് ഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന അപകടകാരികളായിട്ടുള്ള വാതകങ്ങളുടെ അളവ് കുറയ്ക്കാനുള്ള ഒരു സംവിധാനമാണ് EGR സിസ്റ്റം. നമ്മുടെ വാഹനങ്ങളുടെ EGR സിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുകയാണെങ്കിൽ ചില വാഹനങ്ങളുടെ കേസിൽ വാഹനത്തിന്റെ പെർഫോമൻസ് കുറയുക, അതുപോലെ തന്നെ മൈലേജിന് ഷോർട്ടേജ് സംഭവിക്കുക, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടാണോ പറഞ്ഞു കേട്ടുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് EGR സിസ്റ്റം ഉപയോഗിക്കുന്നത് വാഹനത്തിന്റെ എഫിഷ്യൻസി കൂട്ടാനാണ്, അതുപോലെ തന്നെ വാഹനത്തിന്റെ പവർ കൂട്ടാനാണ്, വാഹനത്തിന്റെ മൈലേജ് വർദ്ധിപ്പിക്കാനാണെന്നൊക്കെയാണ് പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞതൊന്നല്ല, EGR സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു പൊല്യൂഷൻ കൺട്രോൾ സിസ്റ്റമാണ്. ഇത് ഉപയോഗിക്കുന്നത് വാഹനത്തിന്റെ എക്സോസ്റ്റ് ഗ്യാസിലുള്ള നൈട്രജൻ ഓക്സൈഡിനെ ഇല്ലാതാക്കാനാണ്. പെട്രോൾ വാഹനങ്ങളിലും ഡീസൽ വാഹനങ്ങളിലും ഒരുപോലെ ഉപയോഗിച്ചു വരുന്ന ഒരു സിസ്റ്റം കൂടിയാണ് ഈ EGR സിസ്റ്റം. വാഹനങ്ങളിൽ മാത്രമല്ലാതെ ഒരുപാട് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വലിയ വലിയ എഞ്ചിനുകളിലും അതുപോലെ തന്നെ ചെറിയ ജനറേറ്റർ സെറ്റുകളിലും അതുപോലെ തന്നെ ഈ മറൈൻ എഞ്ചിനുകളിലെല്ലാം തന്നെ ഈ ഒരു എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഒരു EGR സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഒരു അറിവും അതുപോലെ തന്നെ ഇതിൽ വരുന്ന കമ്പോണൻസുകൾ, സെൻസറുകൾ, അതിന്റെ ഇലക്ട്രിക്കൽ കണക്ഷൻസും പിന്നെ ECMലേക്ക് പോകുന്ന ഇൻപുട്ടുകൾ, ഔട്ട്പുട്ടുകൾ, ഏതെല്ലാം സെൻസറിൽ നിന്നാണ്, ഏതെല്ലാം ആക്ച്വേറ്ററുകളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള EGR സിസ്റ്റമാണ് ഇന്ന് നമ്മുടെ എഞ്ചിനുകളിലെല്ലാം ഉപയോഗിച്ച് വരുന്നത്. അതിലൊന്ന് IEGR സിസ്റ്റം എന്ന് പറയും, ഇന്റേണൽ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ സിസ്റ്റം. മറ്റൊന്ന് EGR എന്ന് പറയും, അതായത് എക്സ്റ്റേണൽ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ സിസ്റ്റം. ഈ IEGR സിസ്റ്റത്തിൽ, അതായത് ഇന്റേണൽ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ സിസ്റ്റത്തിൽ ഈ എക്സോസ്റ്റ് ഗ്യാസിന്റെ റീസർക്കുലേഷൻ സാധ്യമാക്കുന്നത് നമ്മുടെ എക്സോസ്റ്റ് വാൾവിന്റെ ടൈമിംഗിൽ ചെറിയ വ്യത്യാസം സംഭവിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ എക്സോസ്റ്റ് വാൾവിന്റെ ടൈമിംഗിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് VVT ടെക്നോളജി, അതേപോലെ തന്നെ എക്സ്ട്രാ ഒരു ക്യാംലോബ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ എക്സോസ്റ്റ് വാൾവ് പ്രൊവൈഡ് ചെയ്യുക, ഇങ്ങനെയുള്ള ചെറിയ മെക്കാനിസം, ചെറിയ ടെക്നോളജിയൊക്കെയാണ് അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വാഹനങ്ങളിലെല്ലാം ഏറെക്കുറെ കാണുന്നത് ഈ EGR, അതായത് എക്സ്റ്റേണൽ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഈ EGR, അതായത് എക്സ്റ്റേണൽ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ എക്സ്റ്റേണൽ EGR സിസ്റ്റത്തിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഹൈ പ്രഷർ EGR സിസ്റ്റവും മറ്റൊന്ന് ലോ പ്രഷർ EGR സിസ്റ്റവും. അപ്പോൾ സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഈ എക്സോസ്റ്റ് മാനിഫോൾഡിനെയും ഇൻലെറ്റ് മാനിഫോൾഡിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു ലൈന് കാണാൻ സാധിക്കും. എക്സോസ്റ്റ് മാനിഫോൾഡിൽ നിന്നുള്ള എക്സോസ്റ്റ് ഗ്യാസ് കുറച്ച് ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലൈൻ കാണാൻ സാധിക്കും. ഈ ലൈന് വരുന്നത് ടെർബോ ചാർജറിന്റെ മുന്നേ ആണെന്നുണ്ടെങ്കിൽ അത്തരം EGR സിസ്റ്റത്തിനെയാണ് നമ്മൾ ഹൈ പ്രഷർ EGR സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ നേരെ മറിച്ച് ഈ ഒരു ലൈൻ വരുന്നത് ടെർബോ ചാർജറിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള EGR സിസ്റ്റത്തിനെ നമ്മൾ പറയുന്നത് ലോ പ്രഷർ EGR സിസ്റ്റം എന്നാണ്. ഇനി ഏത് തരത്തിലുള്ള EGR സിസ്റ്റം ആയിക്കോട്ടെ, ഈ EGR സിസ്റ്റം വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എഞ്ചിന്റെ എക്സോസ്റ്റ് ഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ ഓക്സൈഡിന്റെ അളവ് ഇല്ലാതാക്കാനാണ്, അല്ലെങ്കിൽ നൈട്രജൻ ഓക്സൈഡിനെ ഇല്ലാതാക്കാനാണ്. നമുക്കറിയാം, ഒരു എഞ്ചിനകത്ത് ഫ്യൂവൽ കത്തുന്നതിന്റെ ഫലമായിട്ട് ധാരാളം തരത്തിലുള്ള വിഷവാതകങ്ങൾ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്.
കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, അതുപോലെ തന്നെ ഹൈഡ്രോ കാർബൺസ്, നൈട്രജൻ ഓക്സൈഡ് ഒക്കെ ഇത്തരത്തിൽ എഞ്ചിനകത്ത് ഫ്യൂവൽ കത്തുന്നതിന്റെ ഫലമായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്ന വിഷവാതകങ്ങളാണ്. അപ്പോൾ ഈ വാതകങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ എത്തുകയാണെങ്കിൽ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കാരണമാകുന്നുണ്ട്. ഈ വാതകങ്ങളിൽ നൈട്രജൻ ഓക്സൈഡ് വളരെ അപകടകാരിയായിട്ടുള്ള ഒരു വാതകമാണ്. നൈട്രജൻ ഓക്സൈഡ് അമിതമായ അളവിൽ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഇത് ധാരാളം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആസിഡ് റെയിന്, ഫോഗ് തുടങ്ങിയതെല്ലാം ഈ നൈട്രജൻ ഓക്സൈഡ് ഉണ്ടാക്കാൻ വളരെ നിഷ്പ്രയാസം സാധിക്കും. മാത്രമല്ല ഇത് കാലക്രമേണ നമ്മുടെ മനുഷ്യന്മാരുടെ ജീവിതത്തെയും അതുപോലെ മറ്റ് ജീവജാലങ്ങളെല്ലാം ദോഷകരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് വാഹനങ്ങളിൽ EGR സിസ്റ്റം ഉപയോഗിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, വാഹനത്തിന്റെ എക്സോസ്റ്റ് ഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എമിഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാം വാഹനങ്ങളിൽ 3-വേ കാറ്റലിറ്റിക് കൺവെർട്ടറുകൾ ഉപയോഗിച്ച് വരുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ സംഭവം ശരിയാണ്. 3-വേ കാറ്റലിറ്റിക് കൺവെർട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നൈട്രജൻ ഓക്സൈഡിന്റെ എമിഷൻ കുറയ്ക്കാം, അതുപോലെ നൈട്രജൻ ഓക്സൈഡിനെ ഇല്ലാതാക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 3-വേ കാറ്റലിറ്റിന്റെ പണി എന്ന് പറഞ്ഞാൽ എഞ്ചിനിൽ നിന്നും വരുന്ന എക്സോസ്റ്റ് ഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ ഓക്സൈഡിനെയും അതുപോലെ മറ്റ് വിഷവാതകങ്ങളെയും എല്ലാം ഒരു പ്രത്യേക രാസപ്രവർത്തനത്തിന് വിധേയമാക്കിയിട്ട് പിന്നീട് അത്ര അപകടകാരികളല്ലാത്ത വാതകങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യാണ്. എന്നാൽ നമ്മുടെ EGR സിസ്റ്റം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എഞ്ചിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന നൈട്രജൻ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കുക, അല്ലെങ്കിൽ എഞ്ചിനകത്ത് നൈട്രജൻ ഓക്സൈഡ് ജനറേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ ഒഴിവാക്കുക, അതുപോലെ അതേ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കുകയാണ് നമ്മുടെ EGR സിസ്റ്റത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഒരു വാഹനത്തിന്റെ EGR സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് ഈ ഡയഗ്രങ്ങളിലൂടെയെല്ലാം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ EGR സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു വാഹനത്തിന്റെ എഞ്ചിനകത്ത് നൈട്രജൻ ഓക്സൈഡ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നമുക്കുണ്ടാവണം. നൈട്രജനും ഓക്സിജനും തമ്മിൽ നടക്കുന്ന ഒരു റിയാക്ഷന്റെ ഫലമായിട്ടാണ് അല്ലെങ്കിൽ ഒരു രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നൈട്രജൻ ഓക്സൈഡ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ സാധാരണഗതിയിൽ നൈട്രജനും ഓക്സിജനും തമ്മിൽ റിയാക്ഷനിൽ ഏർപ്പെടാറില്ല. ഇത്തരത്തിൽ നൈട്രജൻ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈ ടെമ്പറേച്ചറിൽ നൈട്രജനും ഓക്സിജനും റിയാക്ഷനിൽ ഏർപ്പെട്ടാൽ മാത്രമേ നൈട്രജൻ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുള്ളൂ. നമുക്കറിയാം, ഒരു എഞ്ചിൻ പ്രവർത്തിക്കുന്നത് ഫ്യൂവലിനെ ബേൺ ചെയ്തുകൊണ്ടാണ്, ഫ്യൂവലിനെ കത്തിച്ചുകൊണ്ടാണ്. ഇങ്ങനെ കത്തിക്കുന്നതിന് നമുക്ക് 2 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്നാമത്തെ ഹീറ്റ് വേണം, രണ്ടാമത്തെ നമുക്ക് ഓക്സിജൻ വേണം. ഏതൊരു വസ്തുവും കത്തുക എന്ന് പറയുന്നത് എന്താണ്, ഓക്സിജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് ഹീറ്റിന്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ വാഹനങ്ങളിൽ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് സ്പാർക്ക് പ്ലഗ് ഉണ്ട്. അതുപോലെ ഡീസൽ വാഹനങ്ങളിൽ ഹൈ കംപ്രഷൻ റേഷ്യോ ആയതുകൊണ്ട് അങ്ങനെയും ഹീറ്റ് വരും. പിന്നെ നമുക്ക് വേണ്ടത് ഓക്സിജനാണ്. അപ്പോൾ എഞ്ചിന് ഫ്യൂവലിനെ ബേൺ ചെയ്യിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എഞ്ചിൻ സെക്ഷൻ സ്ട്രോക്കിൽ അന്തരീക്ഷത്തിലുള്ള എയറിൽ നിന്നുമാണ് സക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ എഞ്ചിന്റെ സെക്ഷൻ സ്ട്രോക്കിൽ അന്തരീക്ഷത്തിൽ നിന്നും ധാരാളം എയർ എഞ്ചിനിലേക്ക് കടന്നു വരും. ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്നും കടന്നു വരുന്ന എയറിൽ 78% നൈട്രജനും അതുപോലെ തന്നെ 21% ഓക്സിജനും ബാക്കി കുറച്ച് ശതമാനം കാർബൺ ഡയോക്സൈഡ്, ആർഗൺ പോലുള്ള മറ്റു വാതകങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നത്. എഞ്ചിനകത്ത് കമ്പസ്റ്റൻ നടക്കുമ്പോൾ നമ്മൾ ഈ സെക്ഷൻ സ്ട്രോക്കിൽ വലിച്ചെടുത്തുള്ള എയറിലുള്ള ഓക്സിജന് ഈ ഫ്യൂവലുമായിട്ട് റിയാക്ട് ചെയ്താണ്ട് ഇല്ലാണ്ടായി പോകും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ഫ്യൂവൽ പൂർണ്ണമായും കത്തിക്കഴിഞ്ഞതിന് ശേഷം ബാലൻസ് ആയിട്ട് ഒരുപാട് ഓക്സിജൻ വരികയാണെങ്കിൽ, കത്താതെ ഒരുപാട് ഓക്സിജൻ ബാക്കി വരികയാണെങ്കിൽ ആ ഓക്സിജനും അതുപോലെ തന്നെ ഈ നമ്മൾ വലിച്ചെടുത്ത എയറിലുള്ള നൈട്രജനും തമ്മിൽ റിയാക്ഷൻ സംഭവിക്കുകയും അത് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് നൈട്രജൻ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ എല്ലാ സന്ദർഭത്തിലും നൈട്രജൻ ഓക്സൈഡ് ഇത്തരത്തിൽ ജനറേറ്റ് ചെയ്യപ്പെടില്ല. ഇത്തരത്തിൽ നൈട്രജൻ ഓക്സൈഡ് ജനറേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ വലിയ അളവിലുള്ള താപം അല്ലെങ്കിൽ ഹീറ്റ് ആവശ്യമാണ്. ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ ഇത്തരത്തിൽ എഞ്ചിനകത്ത് നൈട്രജൻ ഓക്സൈഡ് ജനറേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. സാധാരണഗതിയിൽ എഞ്ചിനകത്തെ ടെമ്പറേച്ചർ വർദ്ധിക്കുന്നതും അതുപോലെ തന്നെ കൂടുതലായിട്ട് നൈട്രജൻ ഓക്സൈഡ് ജനറേറ്റ് ചെയ്യപ്പെടുന്നതും എല്ലാം ലോഡൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് എഞ്ചിൻ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. നമുക്കറിയാം, ലോഡൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ എഞ്ചിൻ റൺ ചെയ്യിക്കാൻ കുറഞ്ഞ അളവിൽ മാത്രമേ ഫ്യൂവലിനെ ഇഞ്ചെക്ട് ചെയ്താൽ മതി. അത്തരത്തിൽ ഫ്യൂവലിനെ കുറഞ്ഞ അളവിൽ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ വലിച്ചെടുത്ത എയറിലുള്ള ഓക്സിജൻ ധാരാളം ബാലൻസ് വരും. മാത്രമല്ല, ഇഞ്ചെക്ട് ചെയ്യപ്പെടുന്ന ഫ്യൂവൽ ഉണ്ടല്ലോ, ഈ ഫ്യൂവൽ നന്നായിട്ട് തന്നെ കത്തും. അപ്പോൾ ഒരുപാട് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ നല്ല രീതിയിൽ തന്നെ ഫ്യൂവൽ കത്തുമ്പോൾ പെട്ടെന്ന് തന്നെ എഞ്ചിനകത്തെ അല്ലെങ്കിൽ കമ്പസ്റ്റൻ ചേമ്പറിന്റെ ടെമ്പറേച്ചർ ഹൈ ആയി പോകും. അത്തരം സാഹചര്യത്തിലാണ് എഞ്ചിനകത്ത് സാധാരണ നൈട്രജൻ ഓക്സൈഡിന്റെ പ്രൊഡക്ഷൻ കൂടുന്നതും. ഇത്തരത്തിൽ എഞ്ചിനകത്തേക്ക് ലോഡൊന്നും ഇല്ലാത്ത സന്ദർഭത്തിൽ കുറഞ്ഞ അളവിൽ ഫ്യൂവലിനെ ഇഞ്ചെക്ട് ചെയ്യുന്ന ആ ഒരു റേഷ്യോനെ നമ്മൾ പറയുന്നത് ലീൻ മിക്സ്ചർ എന്നാണ്. അതായത് ഒരു നിശ്ചിത അളവ് എയറിനെ കത്തിക്കാൻ എത്ര അളവ് ഫ്യൂവൽ വേണം,
അതിനേക്കാൾ കുറഞ്ഞ അളവ് ഫ്യൂവലിനെ സപ്ലൈ ചെയ്യുന്ന ആ ഒരു റേഷ്യോ ആണ് ലീൻ മിക്സ്ചർ. അപ്പോൾ ലീൻ മിക്സ്ചർ ഉണ്ട്, റിച്ച് മിക്സ്ചർ ഉണ്ട്. അതൊക്കെ നമുക്ക് എയർ ഫ്യൂൽ റേഷ്യോയുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അതിൽ നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ധാരാളമുണ്ട്, അതൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ലീൻ മിക്സ്ചർ കത്തുമ്പോഴാണ് കൂടുതലായിട്ട് നൈട്രജൻ ഓക്സൈഡ് ജനറേറ്റ് ചെയ്യപ്പെടുക. കാരണം കമ്പസ്റ്റന് ശേഷം ബാക്കി വരുന്ന ഓക്സിജന്റെ അളവ് കൂടുന്തോറും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന നൈട്രജൻ ഓക്സൈഡിന്റെ അളവും വർദ്ധിക്കും. അതുപോലെ എഞ്ചിന്റെ ടെമ്പറേച്ചർ കൂടുന്തോറും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന നൈട്രജൻ ഓക്സൈഡിന്റെ അളവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എഞ്ചിനകത്ത് നൈട്രജൻ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാതിരിക്കാൻ നമുക്ക് 2 കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക. ഒന്ന്, എഞ്ചിന്റെ ടെമ്പറേച്ചർ നല്ല രീതിയിൽ കുറയ്ക്കുക. രണ്ടാമത്, കമ്പസ്റ്റന് ശേഷം ഓക്സിജൻ ബാലൻസ് വരുന്ന അല്ലെങ്കിൽ ഓക്സിജൻ ബാക്കിയാകുന്ന ആ ഒരു സാഹചര്യം നമുക്ക് ഇല്ലാണ്ടാക്കുക. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഈ ഒരു EGR സിസ്റ്റം ചെയ്യുന്നത്. ഈ EGR സിസ്റ്റം എങ്ങനെയാണ് ആ 2 കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. EGR സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിന് മുന്നായിട്ട് നമുക്ക് EGR സിസ്റ്റത്തിന്റെ പാർട്സുകളെ കുറിച്ചൊന്നും പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ എക്സോസ്റ്റ് മാനിഫോൾഡ്, ഇതാണ് നമ്മുടെ ഇൻലെറ്റ് മാനിഫോൾഡ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഇൻലെറ്റ് മാനിഫോൾഡിനെയും അതുപോലെ ഈ എക്സോസ്റ്റ് മാനിഫോൾഡിനെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈനുണ്ട്. ഈ ലൈനിൽ തന്നെ 2 വേറെ പാർട്സുകളുണ്ട്. ഈ പാർട്സ് എന്താണെന്ന് വെച്ചാൽ ഇത് EGR കൂളറാണ്. നമുക്കറിയാം ഈ എക്സോസ്റ്റ് ഗ്യാസ് ഇതിലൂടെ ഇങ്ങനെ വരും. എക്സോസ്റ്റ് ഗ്യാസ് ഇങ്ങനെ വരുമ്പോൾ ഈ എക്സോസ്റ്റ് ഗ്യാസിനെ തണുപ്പിക്കണം. ഈ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു റേഡിയേറ്റർ പോലത്തെ ഒരു കൂളറാണ് EGR കൂളർ. ഈ കൂളറിലേക്ക് കൂളന്റ് വരുന്നതും പോകുന്നതുമെല്ലാം നമ്മുടെ ഈ എൻജിൻ കൂളന്റിന്റെ ആ ഒരു സിസ്റ്റം തന്നെയാണ്. എൻജിൻ കൂളന്റ് തന്നെയാണ് ഈ ഒരു കൂളറിലൂടെയും കയറി ഇറങ്ങി പോകുന്നത്. പിന്നീട് നമുക്ക് വരുന്നത് ഇവിടെ ഒരു EGR വാൾവാണ്. ഈ EGR വാൾവ് ഓപ്പൺ ആവുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഈ എക്സോസ്റ്റ് ഗ്യാസിനെ വീണ്ടും റീസർക്കുലേഷൻ ചെയ്തുകൊണ്ട് ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് എത്തുന്നത്. EGR വാൾവാണ് ഇതിന്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. പഴയ കാലത്തൊക്കെ വാഹനങ്ങളിൽ ഡയഫ്രം ടൈപ്പ് EGR വാൾവാണ് ഉപയോഗിച്ചിരുന്നത്. ഡയഫ്രം ടൈപ്പ് EGR വാൾവിനെ ഓപ്പൺ ആക്കാനും ക്ലോസ് ആക്കാനും ഒക്കെ അതൊരു വാക്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വാൾവ് സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉള്ള വാഹനങ്ങളിലൊക്കെ കാണപ്പെടുന്നത് ലീനിയർ ഇലക്ട്രോണിക് EGR വാൾവ് എന്ന് അറിയപ്പെടുന്ന ഇത്തരത്തിലുള്ള EGR വാൾവാണ്. ഇവിടെ ഒരു സോളിനോയിഡോ അല്ലെങ്കിൽ ഒരു DC മോട്ടറോ പോലത്തെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉപയോഗിച്ചുകൊണ്ട് നേരിട്ട് തന്നെ EGR വാൾവിനെ ഓപ്പൺ ആക്കുകയും ക്ലോസ് ആക്കുകയും ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പോൾ ഈ EGR വാൾവ് ഓപ്പൺ ആക്കാനും ക്ലോസ് ആക്കാനൊക്കെ ഉള്ള വോൾട്ടേജ് വരുന്നത് ECMന്റെ ഔട്ട്പുട്ടായിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ടെർമിനൽ ഒരു നെഗറ്റീവ് ടെർമിനൽ ഉണ്ടായിരിക്കും. ഇത് തമ്മിൽ മാറുന്നതിനനുസരിച്ച് ഇത് ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യും. പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ ഒരു ഡയഗ്രത്തിലൂടെ ഒരു വാഹനത്തിന്റെ EGR സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡയഫ്രം ടൈപ്പ് EGR വാൾവ്. ഈ ഒരു ഡയഫ്രം ടൈപ്പ് EGR വാൾവിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓപ്പൺ ആക്കുന്നതിനും ക്ലോസ് ചെയ്യുന്നതിനൊക്കെ ആയിട്ടുള്ള വാക്യം കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വാൾവ് ഉണ്ടായിരിക്കും. ഇതാണ് ഒരു സോളിനോയിഡ് സ്വിച്ച് പോലത്തെ ഒരു സംഭവമാണ്. ഇതിന്റെ ഒരു ധർമ്മം എന്ന് പറഞ്ഞാൽ വാക്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പഴയ ടെക്നോളജിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഇത് അടങ്ങിയിരിക്കുന്ന ഈ ഒരു ഡയഗ്രാം വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡയഫ്രം ടൈപ്പ് EGR വാൾവിന് പകരം കറന്റ് ടെക്നോളജി ആയിട്ട് ഉപയോഗിക്കുന്ന ലീനിയർ ഇലക്ട്രോണിക് EGR വാൾവാണ് ഇവിടെ എന്ന് നമ്മൾ സങ്കല്പിക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ എക്സോസ്റ്റ് മാനിഫോൾഡിലേക്ക് എക്സോസ്റ്റ് ഗ്യാസ് പോകുന്ന വഴിയുള്ള ലാംഡ സെൻസർ അല്ലെങ്കിൽ ഓക്സിജൻ സെൻസർ. ഇത് നമ്മുടെ എഞ്ചിന്റെ ഹെഡിലുള്ള ഇഞ്ചക്ടറാണ്. അതുപോലെ ഇത് EGR കൂളറാണിത്. EGR എക്സോസ്റ്റ് ഗ്യാസിനെ തണുപ്പിക്കാനുള്ള EGR കൂളറാണ്. ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ലീനിയർ ഇലക്ട്രോണിക് വാൾവ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഇത് ഇൻലെറ്റ് മാനിഫോൾഡ്. എയർ ഫ്യൂൽ മിക്സ്ചർ കത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, അതായത് ആവശ്യത്തിലധികം ഓക്സിജൻ എഞ്ചിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, അതുപോലെ തന്നെ എഞ്ചിന്റെ ടെമ്പറേച്ചർ വളരെ ഹൈ ആയിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ EGR വാൾവ് ഓപ്പൺ ആവും. ഇങ്ങനെ EGR വാൾവ് ഓപ്പൺ ആകുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇതിലൂടെ ഒരുപാട് എക്സോസ്റ്റ് ഗ്യാസ് കടന്നു പോകുന്നുണ്ടായിരിക്കും. എക്സോസ്റ്റ് മാനിഫോൾഡിലൂടെ എക്സോസ്റ്റ് ഗ്യാസ് കടന്നു പോകുന്നുണ്ടായിരിക്കും. ഈ എക്സോസ്റ്റ് ഗ്യാസിന്റെ ചെറിയൊരു ഭാഗം ഇതിലൂടെ വന്നിട്ട് നമ്മുടെ EGR കൂളർ വഴി കൂളിങ്ങിന് വിധേയമായിട്ട് കുറച്ച് തണുത്തിട്ട് നമ്മുടെ ഈ ഒരു EGR വാൾവിലൂടെ കടന്നിട്ട് ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് എത്തും. പ്യുവറായിട്ടുള്ള എയർ ഒരുപാട് ഇവിടെ തരത്തിൽ കടന്നു വരികയാണെങ്കിൽ ഒരുപാട് അളവ് ഓക്സിജൻ ബാലൻസ് വരും. നേരെ മറിച്ച് ഈ എക്സോസ്റ്റ് ഗ്യാസ് മിക്സ് ആയിട്ട് ഇങ്ങനെ കടന്നു വരുമ്പോൾ അത്ര അധികം ഓക്സിജൻ അവിടെ ബാലൻസ് വരില്ല. ഫ്യൂവൽ കത്താൻ എത്ര ഓക്സിജൻ വേണം അത്ര ഓക്സിജൻ മാത്രമേ വരുള്ളൂ.
ബാക്കിയെല്ലാം നമ്മുടെ കത്തിക്കഴിഞ്ഞ എക്സോസ്റ്റ് ഗ്യാസാണ് ഇതിലൂടെ റീസർക്കുലേറ്റ് ചെയ്താണ്ട് എയറിനോടൊപ്പം കടന്നു വരുന്നത്. ഈ കത്തിക്കഴിഞ്ഞ എക്സോസ്റ്റ് ഗ്യാസിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇത് ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. നമുക്കറിയാം ഈ ടെമ്പറേച്ചർ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കമ്പസ്റ്റൻ ചേമ്പറിലെ ടെമ്പറേച്ചർ ഹൈ ആണ്. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചറിനെല്ലാം അല്ലെങ്കിൽ ഈ ഒരു താപത്തിനെല്ലാം നമ്മുടെ കത്തിക്കഴിഞ്ഞ എക്സോസ്റ്റ് ഗ്യാസ് ആഗിരണം ചെയ്യും. കാരണം എക്സോസ്റ്റ് ഗ്യാസ് വീണ്ടും നമ്മൾ കൂൾ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കടത്തിവിടുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുത്തെ താപനില കുറയും. അതുപോലെ തന്നെ കമ്പസ്റ്റൻ നടന്നു കഴിഞ്ഞതിന് ശേഷം ഫ്യൂവൽ കത്തിക്കഴിഞ്ഞതിന് ശേഷം ഓക്സിജൻ ബാലൻസ് വരുന്ന അവസ്ഥ കുറയും. അല്ലെങ്കിൽ ഓക്സിജൻ ബാലൻസ് വരുന്ന ആ ഒരു സാഹചര്യം അവിടെ ഇല്ലാണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നൈട്രജൻ ഓക്സൈഡ് ജനറേറ്റ് ചെയ്യപ്പെടാനുള്ള എല്ലാ സാധ്യതകളും കുറയും. വീണ്ടും അത് എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആകുമ്പോൾ എക്സോസ്റ്റ് മാനിഫോൾഡിലൂടെ എക്സോസ്റ്റ് ഗ്യാസിനോടൊപ്പം തന്നെ എക്സോസ്റ്റ് ഗ്യാസായിട്ട് പുറത്തോട്ട് പോകും. ഇങ്ങനെയാണ് ഒരു EGR സിസ്റ്റം എഞ്ചിനകത്ത് ജനറേറ്റ് ചെയ്യപ്പെടുന്ന നൈട്രജൻ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു EGR വാൾവ് എപ്പോൾ ഓപ്പൺ ആക്കണം എപ്പോൾ ക്ലോസ് ആക്കണം എന്ന് ECM എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഡയഗ്രാം നോക്കാം. ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാകും. ഇതിൽ എഞ്ചിന്റെ ഹൈ ടെമ്പറേച്ചറിൽ, അതായത് എഞ്ചിനകത്ത് പീക്ക് ടെമ്പറേച്ചറിൽ ലീൻ എയർ ഫ്യൂൽ മിക്സ്ചർ കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൂടുതലായിട്ട് നൈട്രജൻ ഓക്സൈഡ് എഞ്ചിനകത്ത് ജനറേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത. അപ്പോൾ ആ ഒരു സമയം, അതായത് എഞ്ചിനകത്ത് പീക്ക് ടെമ്പറേച്ചറിൽ ലീൻ എയർ ഫ്യൂൽ മിക്സ്ചർ കത്തുന്ന ആ ഒരു സമയം കണ്ടെത്തിയാണ്ട് അപ്പോൾ തന്നെ EGR വാൾവ് ഓപ്പൺ ആക്കിയാൽ മാത്രമേ നമുക്ക് ഇതിലൂടെ പോകുന്ന എക്സോസ്റ്റ് ഗ്യാസിനെ പെട്ടെന്ന് തന്നെ റീസർക്കുലേറ്റ് ചെയ്താണ്ട് ഈ എഞ്ചിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന നൈട്രജൻ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എഞ്ചിനകത്ത് നൈട്രജൻ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം എഞ്ചിനകത്ത് ലീൻ മിക്സ്ചർ കത്തുക എന്ന് പറയുമ്പോൾ ഇതിൽ ഫ്യൂൽ ബേൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ധാരാളം ഓക്സിജൻ ബാലൻസ് വരും. അപ്പോൾ ഈ ഓക്സിജനിൽ നല്ലൊരു ശതമാനവും നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസിനോടൊപ്പം എക്സോസ്റ്റ് മാനിഫോൾഡ് വഴി ഇങ്ങനെ പുറത്തോട്ട് പോകും. ഈ പുറത്തോട്ട് പോകുന്ന ഈ എക്സോസ്റ്റ് ഗ്യാസിലെ ഓക്സിജന്റെ അളവ് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ലാംഡ സെൻസർ അല്ലെങ്കിൽ ഒരു O2 സെൻസർ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഈ O2 സെൻസറിന്റെ റീഡിങ് അല്ലെങ്കിൽ ഈ O2 സെൻസറിൽ നിന്നുള്ള സിഗ്നൽ റീഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് എഞ്ചിനകത്ത് ഇപ്പോൾ ലീൻ മിക്സ്ചറാണ് കത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. പിന്നീട് ഈ കൺട്രോൾ യൂണിറ്റിന് അറിയേണ്ട കാര്യം എഞ്ചിന്റെ അകത്തെ ടെമ്പറേച്ചർ പീക്കാണോ എന്നാണ്. അപ്പോൾ പീക്ക് ടെമ്പറേച്ചർ ആണോ അല്ലേന്ന് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് മനസ്സിലാക്കുന്നത് ECT സെൻസറിന്റെ സിഗ്നൽ റീഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അഥവാ എഞ്ചിൻ കൂളന്റ് ടെമ്പറേച്ചർ സെൻസർ, ഈ സെൻസറിൽ നിന്നുള്ള റീഡിംഗ് എടുത്താൽ തന്നെ നമ്മുടെ കൺട്രോൾ യൂണിറ്റ് മനസ്സിലാവും എഞ്ചിനകത്ത് പീക്ക് ടെമ്പറേച്ചർ ആണോ അല്ലയോ എന്ന്. പിന്നീട് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് നോക്കുന്നത് എഞ്ചിന്റെ ലോഡാണ്. ഹൈ ലോഡാണോ അതോ ലോഡ് കുറഞ്ഞ സാഹചര്യത്തിലാണോ എഞ്ചിൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. അതും ട്രൂ ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഈ EGR വാൾവ് ഓപ്പൺ ആക്കാനുള്ള ഔട്ട്പുട്ട് ഇതിലൂടെ കൊടുക്കുകയുള്ളൂ. അങ്ങനെ EGR വാൾവ് ഓപ്പൺ ആവുകയും എക്സോസ്റ്റ് ഗ്യാസ് ഒന്നുകൂടി റീസർക്കുലേറ്റ് ചെയ്താണ്ട് നമ്മുടെ എഞ്ചിനകത്ത് ജനറേറ്റ് ചെയ്യപ്പെടുന്ന NOxന്റെ അംശം കുറയുകയും ചെയ്യുന്നു. ഞാനിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നുള്ളൂ. ഒരുപാട് സെൻസറുകളിൽ നിന്നുള്ള ഇൻപുട്ടുകളും നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ഇതിനു വേണ്ടിയിട്ട് വിശകലനം ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനം അർജന്റായിട്ട് അല്ലെങ്കിൽ എമർജൻസി കേസായിട്ട് നമ്മുടെ വാഹനം ഹൈവേയിലൂടെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ എമർജൻസി ആയിട്ട് ഹൈ സ്പീഡിൽ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ EGR വാൾവ് ഓപ്പൺ ആയതുകൊണ്ട് ഈ എക്സോസ്റ്റ് ഗ്യാസിന്റെ റീസർക്കുലേഷൻ നടക്കുകയാണെങ്കിൽ അത് നമ്മളെ ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ആക്സലറേഷൻ പെഡലിന്റെ പൊസിഷനും കൂടി നമ്മുടെ കൺട്രോൾ യൂണിറ്റ് മനസ്സിലാക്കിയാണ്ടാണ് ഈ EGR വാൾവ് ഓപ്പൺ ആക്കണോ ക്ലോസ് ആക്കണോ എന്ന് തീരുമാനിക്കുന്നത്. ഈ വീഡിയോയെ കുറിച്ചുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ അതിന് റീപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.